നമസ്കാരം. ഫെബ്രുവരി 19 മുതൽ മാർച്ച് 9 വരെ പാകിസ്ഥാനിലാണ് ഈ വർഷത്തെ ചാമ്പ്യൻസ് ട്രോഫി നടക്കുന്നത്. പാകിസ്ഥാനിൽ കളിക്കാൻ വിസമ്മതിച്ചതിനാൽ ഇന്ത്യയുടെ കളികളെല്ലാം തന്നെ UAE-യിലാണ് നടക്കുന്നത്. ഹൈബ്രിഡ് മോഡലായിട്ടുള്ള ഒരു ടൂർണമെന്റ് ആണ് ഇത്തവണ വരാൻ പോകുന്നത്. ടൂർണമെന്റിനുള്ള ഇന്ത്യയുടെ പ്രൊവിഷണൽ സ്ക്വാഡിനെ ഈ മാസം 19-ന് BCCI പ്രഖ്യാപിക്കും എന്നാണ് സൂചനകൾ. വിജയ് ഹസാരെ ട്രോഫി ഫൈനലിന് ശേഷം ടീം പ്രഖ്യാപിക്കാമെന്ന പദ്ധതികളിലാണ് BCCI എന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യൻ ടീമിന്റെ വിക്കറ്റ് കീപ്പർ ആരായിരിക്കും എന്ന കാര്യത്തിൽ ചർച്ചകൾ സജീവമായി കൊണ്ടിരിക്കുകയാണ്. ഋഷഭ് പന്താകും ടൂർണമെന്റിൽ ഇന്ത്യയുടെ ഒന്നാം ചോയ്സ് വിക്കറ്റ് കീപ്പർ ആവുക എന്നാണ് വാർത്താ ഏജൻസിയായ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ടീമിന്റെ രണ്ടാം വിക്കറ്റ് കീപ്പറാകാൻ 3 താരങ്ങൾ തമ്മിൽ ശക്തമായ മത്സരം നടക്കുന്നുണ്ട് എന്നാണ് സൂചന. സഞ്ജു സാംസൺ ആണ് ഇതിലെ പ്രധാനി. എന്നാൽ രണ്ടാം വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് സഞ്ജുവുമായി മത്സരിക്കുന്നത് ഇഷാൻ കിഷനും ധ്രുവ് ജുറേലും ആണെന്നാണ് PTIയുടെ റിപ്പോർട്ട്. കഴിഞ്ഞ ഏകദിന ലോകകപ്പിലടക്കം ഇന്ത്യയുടെ വിക്കറ്റ് കാത്ത സീനിയർ താരമായ KL രാഹുലിനെ രണ്ടാം വിക്കറ്റ് കീപ്പറായി ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി സ്ക്വാഡിലേക്ക് പരിഗണിക്കുന്നില്ല എന്നാണ് വിവരം. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇന്ത്യൻ ടീമിന്റെ പദ്ധതികളിൽ ഇടമില്ലാത്ത ഇഷാൻ കിഷൻ വീണ്ടും ടീം സെലക്ഷനിൽ പരിഗണിക്കപ്പെടുന്നുണ്ട് എന്ന വിവരം ക്രിക്കറ്റ് പ്രേമികളെ അമ്പരിപ്പിക്കുകയാണ്. 2023 അവസാനം വരെ ദേശീയ ടീമിലെ സ്ഥിരം മുഖമായിരുന്നു ഇഷാൻ കിഷൻ. എന്നാൽ ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കാനുള്ള BCCI നിർദ്ദേശം അവഗണിച്ചതോടെ താരത്തിന്റെ കഷ്ടകാലം തുടങ്ങുകയായിരുന്നു. ഇതിനുശേഷം BCCIയുടെ വാർഷിക കരാർ പട്ടികയിൽ നിന്ന് പുറത്താക്കിയ ഇഷാനെ പിന്നീട് ഇതുവരെ ഇന്ത്യൻ ടീമിൽ കൊണ്ടുവന്നിട്ടില്ല. ലിസ്റ്റിൽ പേര് പോലും വന്നിട്ടില്ല. ഏകദിനത്തിൽ ഇന്ത്യക്ക് വേണ്ടി ഇരട്ട സെഞ്ചുറി നേടിയിട്ടുള്ള താരം കൂടിയാണ് ഇഷാൻ എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. 27 ഏകദിന മത്സരങ്ങളിൽ ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞ ഈ യുവതാരം 42.40 ബാറ്റിംഗ് ശരാശരിയിൽ 933 റൺസും സ്കോർ ചെയ്തിട്ടുണ്ട്. ഒരു സെഞ്ചുറിയും 7 അർദ്ധ സെഞ്ചുറികളുമാണ് സമ്പാദ്യമായിട്ടുള്ളത്. അതേസമയം സഞ്ജു സാംസണും ഏകദിന ക്രിക്കറ്റിൽ മികച്ച റെക്കോർഡാണുള്ളത്. ഇതുവരെ 16 ഏകദിനങ്ങളിലാണ് അദ്ദേഹം ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞത്. ഇതിൽ 56.66 ബാറ്റിംഗ് ശരാശരിയിൽ 510 റൺസ് അദ്ദേഹം സ്കോർ ചെയ്തു. 2023 ഡിസംബറിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയായിരുന്നു സഞ്ജുവിന്റെ അവസാന ഏകദിനം. ഈ മത്സരത്തിൽ അദ്ദേഹം സെഞ്ചുറി നേടിയിരുന്നു. ഈ സെഞ്ചുറിക്ക് പുറമെ 3 അർദ്ധ സെഞ്ചുറികളും ഏകദിനത്തിൽ സഞ്ജു നേടിയിട്ടുണ്ട്. ഇന്ത്യക്ക് വേണ്ടി ഇതുവരെ അരങ്ങേറ്റം കുറിച്ചിട്ടില്ലാത്ത താരമാണ് ധ്രുവ് ജുറേൽ. നിലവിൽ ടെസ്റ്റ് ക്രിക്കറ്റിലും T20യിലും ഇന്ത്യയുടെ ബാക്കപ്പ് വിക്കറ്റ് കീപ്പറാണ് ഈ 23-കാരൻ. ലിസ്റ്റ് A ക്രിക്കറ്റിൽ ഇതുവരെ 10 മത്സരങ്ങളാണ് ജുറേൽ കളിച്ചിട്ടുള്ളത്. ഇതിൽ 47.25 ബാറ്റിംഗ് ശരാശരിയിൽ 189 റൺസാണ് താരത്തിന്റെ സമ്പാദ്യം.